ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 37-ാമത്തെ ശ്ലോകം നോക്കാം. ന ചാസ്യ കശ്ചിൻ നിപുണേന ധാതുരവൈതി ജന്തു കുമനീഷൗതി നാമാനി രൂപാണി മനോവചോഭിഃ സന്തന്വതോ നടചര്യാമി വാജ്ഞ. ന ചാസ്യ ന ച അസ്യ ന ച അസ്യ. അസ്യ എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ ഈ ഭഗവാന്റെ ന എന്ന് പറഞ്ഞാൽ ഇല്ല. നച്ച അസ്യ ഈ ഭഗവാന്റെ ഇല്ല. എന്ത്? കശ്ചിൻ നിപുണേന. കശ്ചിത് നിപുണേന രണ്ട് വാക്കുകൾ ചേരുന്നതാണ് കശ്ചിൻ നിപുണേന. കശ്ചിത് എന്ന് പറഞ്ഞാൽ ഒന്നും, നിപുണേന എന്ന് പറഞ്ഞാൽ തൻ്റെ സാമർഥ്യം കൊണ്ട്, എന്തിന്? തർക്കാദി സാമർഥ്യം കൊണ്ട് തൻ്റെ യുക്തിക്ക് നിരക്കാത്ത ഒന്നിനെയും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആ ഒരു മനോവൈഭവം കൊണ്ട് ധാതുരവൈതി, ധാതുഹു അവൈതി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ധാതുരവൈതി. ധാതു എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവായിട്ടുള്ള ഭഗവാന്റെ, അവൈതി എന്ന് പറഞ്ഞാൽ അറിയുക, ന അവൈതി എന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. അപ്പോൾ അസ്യ ഈ ഭഗവാന്റെ, അതായത് സൃഷ്ടികർത്താവായിട്ടുള്ള ഈ ഭഗവാന്റെ ഒന്നും തന്നെയും അറിയുന്നില്ല. എങ്ങനെയുള്ളവർ? നിപുണേന എന്ന് പറഞ്ഞാൽ തൻ്റെ ആ ഒരു യുക്തി സാമർഥ്യം കൊണ്ട് എന്തിനേയും വെല്ലുവിളിക്കുന്ന മനുഷ്യൻ്റെ അവിവേകം കൊണ്ട് ഈ ഭഗവാന്റെ ലീലകളെയൊന്നും ഒരു പ്രാണിയും വേണ്ട വിധത്തിൽ അറിയുന്നില്ല. ജന്തു എന്ന് പറഞ്ഞാൽ പ്രാണി, അതായത് സൃഷ്ടിക്കപ്പെട്ടവയൊക്കെ, ഈ പ്രാണികളൊന്നും അറിയുന്നില്ല. കുമനീഷ ഊതിഹി. കുമനീഷ എന്ന് പറഞ്ഞാൽ കുൽസിത ബുദ്ധികളായിട്ടുള്ള ഒരു പ്രാണിയും. എന്തിനേയും ഏതിനേയും തൻ്റെ യുക്തി കൊണ്ട് വിചാരം ചെയ്ത് മാത്രം അംഗീകരിക്കും എന്ന് കരുതുന്ന കുൽസിത ബുദ്ധികളായിട്ടുള്ള, അഥവാ തനിക്ക് മേലെ ഒന്നുണ്ട് എന്ന് അംഗീകരിക്കുവാൻ കൂട്ടാക്കാത്ത മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവർ, അങ്ങനെയുള്ള ഒരു പ്രാണിയും തൻ്റെ ഈ ഒരു തർക്ക നൈപുണ്യം കൊണ്ട് സൃഷ്ടികർത്താവായ ഭഗവാനെ, അവിടുത്തെ ഊതീഹി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ലീലകളെ അവർക്ക് അറിയാൻ കഴിയാതെ പോകുന്നു. അവരറിയുന്നില്ല. കാരണം അവിടുത്തെ ലീലകളെ അറിയണമെങ്കിൽ ഈ കുൽസിത ബുദ്ധികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പൂർണ്ണമായും അറിയുന്ന ഭഗവാനെ അവിടുന്ന് നേരിട്ട് വന്ന് ഇവരോട് ആരോടും അതിനുള്ള മറുപടി കൊടുക്കില്ല. ഇങ്ങനെ തൻ്റെ തർക്കിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളവർ ചോദിക്കുന്നത് എപ്പോഴും ഈശ്വരൻ എന്തിനാണ് ഇങ്ങനെയുള്ള സൃഷ്ടിയാദി കർമ്മങ്ങളെയൊക്കെ നടത്തുന്നത്? അതേപോലെ തന്നെ ഈ ജീവരൂപത്തിൽ ഓരോ സൃഷ്ടിയും വരുമ്പോൾ അവയ്ക്കൊക്കെ ഈ വിഷയഭോഗങ്ങൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അരുത് എന്ന് ഭഗവാന് പറഞ്ഞുകൂടെ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവരിൽ നിന്നും ഉണ്ടാവുക. എന്ത് ഭഗവാൻ, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ കഴിയുന്നു, എനിക്ക് മേലെ മറ്റൊന്നില്ല, ഞാൻ നേടുന്നതൊക്കെ എൻ്റെ കഴിവ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അബദ്ധ വിചാരം ചെയ്യുന്ന മനുഷ്യർക്ക് ഭഗവാനെ അങ്ങയെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ വിചാരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയുവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ
ഇത്തരത്തിലുള്ള കുൽസിത ബുദ്ധികളായിട്ടുള്ള അവിവേകികൾക്ക് അവിടുത്തെ ലീലകളെ വേണ്ട വിധത്തിൽ അവർ അറിയാതെ പോകുന്നു. കാരണം അവിടുത്തെ ലീലകളുടെ കാര്യകാരണം നന്നായി അറിയുന്നത് അവിടുത്തേക്ക് മാത്രമാണ്. പിന്നെയോ എന്നാൽ ഭഗവാനെ അവിടുത്തെ അത്രമാത്രം ഉള്ളിൽ ഉറപ്പിച്ചിട്ടുള്ള സദാ അവിടുത്തെ മാത്രം ധ്യാനം ചെയ്ത് കഴിയുന്ന ജീവാത്മാക്കൾ, സത്തുക്കൾ, സജ്ജനങ്ങൾ, അവർ അങ്ങനെയുള്ള ആ മഹാത്മാക്കൾ പിന്നാലെ വരുന്ന നമുക്കായിക്കൊണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സദ്വിചാരങ്ങളെ ഇവർക്ക് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭഗവാനെ അവിടുത്തെ ലീലകളെ അംഗീകരിക്കുവാൻ ഇത്തരം തർക്കബുദ്ധിയുമായി നടക്കുന്ന അജ്ഞാനികൾക്ക് കഴിയുന്നില്ല. നാമാനി രൂപാണി മനോവജോഭി, നാമാനി നാമങ്ങളെയും രൂപാണി രൂപങ്ങളെയും മനോവാചാഭി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും സന്തൻവതോ സന്തൻവത എന്ന് പറഞ്ഞാൽ ഏറ്റവും വിസ്തരിക്കുന്ന നടചര്യാമിവാജ്ഞ, നടചര്യാം ഇവ അജ്ഞഃ, ഇങ്ങനെ 3 വാക്കുകളാണ് അവിടെയുള്ളത്. അജ്ഞ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവർ. ഇവർക്ക് നടചര്യാം ഇവ, ഒരു നടൻ്റെ വൃത്തി എന്ന പോലെ, വെറും ഒരു നാടക നടൻ അഭിനയിക്കുന്നത് പോലെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും അതേപോലെ നാമങ്ങളെയും രൂപങ്ങളെയും ഒക്കെ ഏറ്റവും വിസ്തരിക്കുന്ന ഭഗവാനെ സൃഷ്ടികർത്താവായിട്ടുള്ള അവിടുത്തെ ലീലകളെ ഇത്തരം കുൽസിത ബുദ്ധികളായിട്ടുള്ള ഒരു പ്രാണിയും തൻ്റെ തർക്ക സാമർഥ്യം കൊണ്ട് അറിയുന്നില്ലല്ലോ. മനുഷ്യർ വിവേചന ബുദ്ധിയുള്ള സൃഷ്ടിയാണ് എന്ന് പറയുമ്പോഴും അവൻ അറിയുന്നില്ല അവൻ്റെ വിചാരങ്ങൾ കൊണ്ട് അളന്നെടുക്കുവാൻ കഴിയുന്ന, അറിയുവാൻ കഴിയുന്ന ഒന്നല്ല ഈശ്വരൻ എന്നറിയാത്തത് കൊണ്ട് തന്നെ അവൻ തൻ്റെ തർക്കബുദ്ധി കൊണ്ട് തനിക്ക് മേലെയുള്ള ഒന്നിനെ അംഗീകരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ ഈശ്വരൻ എന്ന സത്യത്തെ പാടെ നിഷേധിക്കുവാൻ ഇത്തരം കുൽസിത ബുദ്ധികൾ, അജ്ഞർ, പ്രാകൃതരായ മനുഷ്യർ അവൻ്റെ അറിവില്ലായ്മയെ തന്നെ ചോദ്യശരങ്ങളായി തൊടുത്തുവിട്ടുകൊണ്ട് അവൻ തൻ്റെ കേമത്വം തെളിയിക്കുവാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ അന്യർക്ക് അറിയുവാൻ കഴിയാത്തതായിട്ടുള്ള ഓരോ വേഷങ്ങളെയൊക്കെ എടുത്ത് സഞ്ചരിക്കുന്ന വിധം, അതായത് ഭഗവാന് ഏത് രൂപത്തിലും എവിടെ വേണമെങ്കിലും ഭഗവാന് സഞ്ചരിക്കാമെന്നിരിക്കെ, അല്ലെങ്കിൽ ഭഗവാൻ ഇല്ലാത്ത ഒരിടം പോലും ഇല്ല എന്നിരിക്കെ പല രൂപങ്ങളിലും നാമങ്ങളിലുമായിട്ട് ആ ഈശ്വര ചൈതന്യത്തെ നമ്മുടെ മഹാത്മാക്കൾ നമുക്ക്, ആ മഹാഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഈ അറിവ് എല്ലാം ഒന്ന് തന്നെയാണ്. ആ ഈശ്വരൻ തന്നെയാണ് ഈ സർവ ചരാചരങ്ങളെയും സൃഷ്ടിസ്ഥിതി സംഹാരാദികളിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്. അവിടുന്ന് അറിയാത്തതല്ല ഒന്നും എന്ന് പറഞ്ഞു തരുന്ന പിന്നീടുള്ള തലമുറയെ നേരായ വഴിക്ക് നടത്തുവാൻ ശ്രമിക്കുമ്പോഴും ഇത്തരം പ്രാകൃതരായിട്ടുള്ള, ബുദ്ധിയില്ലാത്തവരായിട്ടുള്ള, അറിവില്ലാത്തവരായിട്ടുള്ള ഇത്തരം ആളുകൾ ഇപ്പോഴും തർക്കിച്ചുകൊണ്ട് തൻ്റെ അറിവില്ലായ്മയെ ഒരു അലങ്കാരമാക്കി കൊണ്ടു നടന്നുകൊണ്ട് അവർ സ്വയം എന്നും ഈ കുഴിയിൽ തന്നെ വീണ് കിടക്കുന്നു. അവരെ ഉദ്ധരിക്കുവാൻ ഒരു സത്സംഗത്തിനും കഴിയുകയില്ല. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. നച്ചാസ്യ കശ്ചിൻ നിപുണേന ധാതുരവൈതി ജന്തുഃ കുമനീഷ ഊതി
നാമാനി രൂപാണി മനോവചോഭിഃ സന്തൻവതോ നടചര്യാമിവാജ്ഞ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ന ചാസ്യ കശ്ചിന്നിപുണേന, അവിടെ കശ്ചിത് നിപുണേന ആണ് പദം പിരിക്കേണ്ട. ന കൂട്ടക്ഷരമാണ്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ധാതുരവൈതി, ധാതുഹു അവൈതി, ഇവിടെ രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ ജന്തു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ഊതി, അവിടെ ഇകാരം നീട്ടിയെടുക്കുകയും വേണം, വിസർഗവുമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് മനോവചോഭി, അവിടെയും വിസർഗമുണ്ട്. നടചര്യാമിവാജ്ഞ, അവിടെയും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ രണ്ടിടവും വായിക്കുവാൻ ശ്രമിക്കുക. പിന്നെ ഒന്ന് നടചര്യാമിവാജ്ഞ, നടചര്യാം ഇവ അജ്ഞാണ്, പദം പിരിക്കേണ്ട, മായയുടെ ഇകാരം ശ്രദ്ധിക്കുക. നടചര്യാമിവാജ്ഞ. അതുപോലെ മനോവചോഭി സന്തൻവതോ, അവിടെ മനോവചോഭി വിസർഗം കൊടുത്ത് നമ്മൾ പകുതി ഹകാരത്തിലും ഇകാരവും ഒക്കെ കൊടുത്താണ് വായിക്കുന്നതെങ്കിൽ പിന്നെ സ കൂട്ടക്ഷരമല്ല, ഒരു സമതിയാകും. അതല്ല എങ്കിൽ മനോവചോഭി സന്തൻവതോ, പിന്നെ വിസർഗമില്ല, സ കൂട്ടക്ഷരമായിട്ട് മാറും. അതും വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 38ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.